അത് ഈ വീഡിയോ കണ്ടപ്പോഴേ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് കൊറിയർ വാങ്ങി. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് താങ്ക്സ്, വെരി വെരി താങ്ക്സ്. ഇതൊന്ന് ചെൽസിയാണ്. ചെൽസി സോളിഡ്, അസീല്, ലെറില്, കോബ്ര, ബോസ്. ഇത് മോലിയാർ സ്മെല്ല്. മോലിയാരൊക്കെ തേക്കണ സ്മെല്ല്. അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. എനിക്ക് അധിക കാര്യങ്ങൾ എന്റെ വാപ്പയാണ് പറഞ്ഞിരുന്നത്. അത് ഏതൊക്കെ ഏരിയയിലാണ് കച്ചവടം ചെയ്യാറുള്ളത്? കാവനൂർ പോലുണ്ട്, എടവണ്ണ പോലുണ്ട്, മഞ്ചേരി പോലുണ്ട്, അരീക്കോട് പോലുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. പിന്നെ ഇരുവേറ്റി, തിരുവാലി, വണ്ടൂർ സ്ഥലത്തൊക്കെ പോകുന്നു. ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തൃപ്പഞ്ചി പാലോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ നിന്ന് വന്ന് എന്തിനറിയാം, നിങ്ങൾക്ക് മുമ്പിൽ ഒരു അടിപൊളി കച്ചവടക്കാരനെ, ഒരു അത്ര കച്ചവടക്കാരനെ, അതും ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനെ, ഒരു കുഞ്ഞു മോനെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും അവൻ്റെ കച്ചവട ശൈലി, അവൻ്റെ കച്ചവട രീതി ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. അവനിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ മില്യൺ കണക്കിന് അവൻ്റെ വ്യൂ കയറി പോയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അവനെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് അവൻ്റെ വീട്ടിലാണ് വന്നത് കൂടുതൽ കാര്യങ്ങൾ അവനോട് ചോദിച്ചറിയാനും. നമുക്കൊക്കെ ആ കച്ചവടക്കാരൻ ഒരു പ്രചോദനം കേട്ടോ. ഇപ്പം നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മോട്ടിവേഷനൊക്കെ നടന്നു, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും മോട്ടിവേഷൻ ക്ലാസ് എടുത്ത ഒരാൾ കച്ചവടക്കാർ തെറി പറയുന്നതൊക്കെ. ആ ഒരു നിലയ്ക്ക് ഈ ഒരു കൊച്ചു കച്ചവടക്കാരനെ നിങ്ങൾക്ക് കണ്ടിട്ട് അവനിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇതാണ് അവൻ്റെ പേര്, ഞാൻ കേട്ടത് ബദീഹ് എന്നാണ്. ബദീഹിൻ്റെ വീട് ഇതാണ്. അപ്പോൾ ബദീഹ് ഇവിടെ ഉണ്ടോ അല്ലെന്ന് ഞാൻ നോക്കട്ടെ. ഹലോ ബദീഹേ, ഹലോ ഇവിടെ ഉണ്ടോ? അസ്സലാമു അലൈക്കും. എന്താ വർത്താനം, സുഖല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ കച്ചവടക്കാരൻ കേട്ടോ. ഇപ്പൊ കേരളക്കരയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരൻ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാൻ 5ലാണ്, ഇനി 6ക്കാണ്. അപ്പോൾ ഈ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ ഇനി 6ക്കാണ് പോകുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു കച്ചവട രീതി, കച്ചവട ശൈലി വളരെ വ്യത്യസ്തമാട്ടോ. എല്ലാവർക്കും ഒരു പാടാണ് ഈ മോന്. അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് ആ കച്ചവട രീതിയും ഈ കച്ചവടത്തേക്ക് ഇറങ്ങാണ്ടായ കാരണങ്ങളും എങ്ങനെയാണ് ഇങ്ങനെ എത്തിപ്പെട്ടത്, അത്ര കച്ചവടം എങ്ങനെ മോൻ ഇഷ്ടപ്പെട്ടത്, അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ ഒന്ന് അറിയണ്ടേ? ഇനി നമുക്ക് ഇനി ആ കാര്യങ്ങൾ കിടക്കല്ലേ? ഓക്കെ, നല്ല സന്തോഷത്തിലാണല്ലോ. ഇപ്പൊ സ്കൂൾ തുറക്കാനായിട്ടോ. ഇനിയിപ്പോ ആ കളി അത്ര കച്ചവടം നടക്കൂല. അപ്പോൾ മോനെ എന്താ സുഖല്ലേ? പിന്നെ എങ്ങനെയാണ് ഈ ഒരു അത്ര കച്ചവടത്തേക്ക് എത്തിയത് മോനെ? ഞാൻ ഉപ്പാൻ്റെ ഒപ്പം എണ്ണടിക്കാൻ പോയായിരുന്നു. അപ്പം അവിടുന്ന് ഒരു കാറാരൻ ഉണ്ടായിരുന്നു. ഉപ്പ പറഞ്ഞു എനക്ക് നോക്കും, ഉപ്പ ഈ എണ്ണടിക്കണ ഒരു ഇതരാണ്. അപ്പം ഞാൻ ആ കാറാൻ്റെ അടുത്ത് പോയപ്പം അവിടെ കുറച്ച് സംസാരിച്ചു. പറഞ്ഞു കുറച്ച് ലളിതമായി സംസാരിച്ചു നോക്കുക. അപ്പം ഞാൻ അവരുടെ നല്ല സന്തോഷത്തിൽ ഹാപ്പിയിൽ സംസാരിച്ചു. അപ്പം ആൾ പറഞ്ഞു നല്ല സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഒന്നെടുക്കണം. അങ്ങനെയാണ് ഈ കച്ചവടത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഫസ്റ്റ് കച്ചവടം ചെയ്യുന്ന ഒരു കാറുകാരനാണ് സാധനം കൊടുക്കണേ? അത്ര കൊടുക്കണേ തന്നെ. ഉപ്പ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങിയത് എത്ര വർഷമായി? ഉപ്പ 2-3 വർഷമായി. ഇപ്പോൾ പിന്നെ സ്കൂളൊക്കെ വെക്കേഷൻ ആയപ്പോഴാണ് ഈ കച്ചവടത്തിൽ ഇറങ്ങി. ഞാൻ AP സ്കൂൾ തൃപ്പലഞ്ചിയിലാണ്. അപ്പം അവിടെ നല്ല മികച്ച പഠനം കൊണ്ട് നമ്മളിങ്ങനെ പോകും. സ്കൂൾ പഠനമൊക്കെ ഉഷാറാണ് തന്നെ? മാഷാ അല്ലാഹ്, ഉഷാറാവട്ടെ. ഇനിയിപ്പോൾ 6ാം ക്ലാസ്ക്കാ? 6ാം ക്ലാസ്ക്കാണ് തന്നെ. അപ്പം 2-3 ദിവസമായാൽ സ്കൂൾ തുറക്കണം. അപ്പം മോൻ്റെ ഈ ഒരു സംസാര രീതി, ജനങ്ങളോടുള്ള ഇടപഴകൽ, ഇതൊക്കെ ആയിരിക്കും മോനെങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിക്കണത് അല്ലേ? ഇപ്പോൾ വീഡിയോസുകളൊക്കെ നല്ലോണം കയറി പോകണ്ടല്ലോ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല നല്ല കമൻറ്റ് വരുന്നുണ്ട്. ആ കമൻറ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവനെ കണ്ട് പഠിക്കണം, ഇവൻ്റെ കച്ചവട രീതി കണ്ട് പഠിക്കണം, അതൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. എന്താ പറയാല്ലേ? എനിക്കവരോട് പറയാനുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് നിങ്ങളോടൊക്കെ 1000 നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. നിങ്ങളെന്നെ സഹായിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ എന്നെ കമൻറ്റും നല്ല കമൻറ്റൊക്കെ ഇട്ടത് ചുരുങ്ങിയത് 2-3 ആൾക്കാർ മാത്രമേ ബാഡ് കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് തരാണ്.
പിന്നെ ഈ അത്ര കച്ചവടം എന്ന് പറയുമ്പോൾ ബാപ്പാന്റെ ഒരു കച്ചവടമാണല്ലോ ഇത്, ആണ്. അല്ലേ? അത് കണ്ടിട്ട് അതിലേക്ക് ഇറങ്ങിയായിരിക്കും. അതാണ്. ഇപ്പൊ സ്കൂൾ 2 മാസം ലീവ് ആയപ്പം അല്ലേ? ഇനിയിപ്പോ സ്കൂൾ തുറന്നാൽ എങ്ങനെയാ കച്ചവട രീതി? ഇനിയിപ്പം സ്കൂള് തുറന്നാല് ഈ ആഴ്ചയിൽ ശനിയാഴ്ച ഞായറാഴ്ച ലീവ് ഉണ്ടാവില്ലേ, അപ്പം ഉപ്പാൻ്റെ പോവും, രാവിലെ വൈകുന്നേരം പോവും, പിന്നെ അപ്പം കച്ചവടം ചെയ്യും. അതാണ്. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടാ, കച്ചവട രീതി അടിപൊളിയാണ്. എങ്ങനെയാണ് ഈ ജനങ്ങളെ ഇപ്പോൾ ഈ ഒരു കച്ചവടം, ജനങ്ങൾ ഈ ഒരു അത്ര കൊണ്ടുപോവുകയാണ്, അത് അവൻ എടുക്കണം അല്ലെ അദ്ദേഹം എടുക്കണം, അതൊക്കെ ഒരു പിന്നെ കണ്ടീഷൻ എങ്ങനെയാണ് അവരോട്? നമ്മൾ ഒരാളെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ അത്ര എന്ന് പറഞ്ഞാൽ എന്തായാലും വാങ്ങില്ല. പിന്നെ കുറച്ച് ഇതായിട്ട് ഹലോ മുസ്ലിം ആണെങ്കിൽ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ ഹിന്ദു ആണെങ്കിൽ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് തുടങ്ങാം. അപ്പം ഈ ഹായ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ പുഞ്ചിരി കാണും. സാറെന്ന് പറയാം, അല്ലെങ്കിൽ കാക്കയെന്നും പറയാം. കാക്കയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം കൊടുക്കാറ്. കാക്കയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു സ്മെല്ലുള്ള സാധനം എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ ആൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ആൾ അത് സ്മെല്ല് ഒറ്റടി കിട്ടും. ഇനിയിപ്പോൾ ഒരു ഇഷ്ടപ്പെടാത്ത സ്മെല്ലാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് സ്മെല്ലുണ്ടോ ചോദിക്കും. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ആൾ പറയും ഇതൊന്നും അത്ര സ്മെല്ല് പോരല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അയാൾക്ക് ഈ സാധനം ഉണ്ടല്ലോ തേച്ച നല്ല സ്മെല്ലാണ്, അതാണ് ഞാൻ തേച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലാണ് സൂണിൻ്റെ, അതാണ് എൻ്റെ അടുത്ത് നിന്ന് അധിക പേരും വാങ്ങുന്നത്. ചെൽസി ഇതൊക്കെയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി. സോളിഡ്, ചെൽസി, പിന്നെ അഡിഡാസ്, അസീല്, അങ്ങനെയൊക്കെ ഒരുപാട് സ്മെല്ലിങ്സ് ഉണ്ട്. ഒരു പീസിന് എത്ര വാങ്ങണേ? ഒരു പീസിന് നമ്മൾ 100 ആണ്. 100 എല്ലാത്തിനും ഒരേ വില? എല്ലാത്തിനും ഒരേ വില അല്ലേ? എങ്ങനെയുണ്ട് ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയപ്പം? നിനക്ക് മോനൊക്കെ കൊച്ചു മോനാണല്ലോ, അപ്പം നീയൊക്കെ ഈ ഒരു സമയത്ത് കച്ചവടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഈ പ്രായത്തിൽ തന്നെ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് അതിൽ അഭിമാനമാണ്. ഞാൻ ചോദിക്കണതല്ല, എൻ്റെ പിന്നെ പ്രായത്തിൽ ഇപ്പം കുട്ടികളൊക്കെ മൊബൈൽ അല്ലെങ്കിൽ കളി, പന്ത് കളി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിനോദത്തിലൊക്കെ ഏർപ്പെടാണല്ലോ, അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ഈ കച്ചവടത്തേക്ക് ഇറങ്ങി? അതൊന്നും കളിച്ചിട്ടൊരു കാര്യമില്ല, അതിനോടൊന്നും കിട്ടാനില്ല. പക്ഷെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ലോങ് പോയാൽ നല്ല ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഇപ്പല്ലേ ഫുട്ബോൾ കാര്യമല്ല, നമുക്ക് കളിച്ച് ഉണ്ടാക്കാൻ കഴിയൂല. അപ്പം ആ ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് ഞാൻ ഈ കച്ചവടത്തിൽ ഇറങ്ങിയത്. അതായത് 2-3 മാസം കൊണ്ട് ഞാൻ ഈ കച്ചവടം തുടർന്നു. അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഇപ്പോൾ സംഭവമാണ്, കാരണം എല്ലാവരും അറിഞ്ഞു ബദീന്റെ കച്ചവടം. അതിലെനിക്ക് ഭയങ്കര അറിഞ്ഞിട്ട് 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. അപ്പം എനിക്ക് എടുത്തു പറയാനുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. പിന്നെ എനിക്ക് കൊറിയർ ഫസ്റ്റ് അയച്ചത് ഒരു കോയമ്പത്തൂരിലെ മണികണ്ഠൻ എന്ന് പറഞ്ഞ സാറാണ്. അപ്പം സാറ് എന്നെ ഫസ്റ്റ് വിളിച്ചു പറഞ്ഞു, മറ്റേ അത്ര കുട്ടിയല്ലേ വെച്ച്. അത്ര കുട്ടിയല്ലേ? അത്ര കുട്ടിട്ടോ? അപ്പൊ ഞാൻ പേരൊക്കെ പോയി അത്ര കുട്ടിയായിപ്പോ. ഞാൻ പറഞ്ഞു അതേ പറഞ്ഞു. എൻ്റെ അടുത്ത് 5 പീസ് എടുക്കാണ്ടാവും ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. അതിന് ഉപ്പ പറഞ്ഞു ഞാൻ ചാറ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഉപ്പാക്ക് ചാറ്റ് ചെയ്തു. അങ്ങനെ തുടർന്ന് അയാൾക്കിപ്പോൾ സാധനം എത്തിന്നാ പറഞ്ഞത്. അപ്പം അയാൾ 5 പീസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2-3 ആൾക്കാരും കൂടി നമുക്ക് ഓർഡർ ചെയ്യുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നല്ല നന്ദിയുണ്ട്. അപ്പം താങ്ക്സ്. അപ്പോൾ ബദിയ, ഞാൻ ചോദിക്കണത്, ഇപ്പം ഈ ഒരു സാധനം പിന്നെ നമുക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും ആർക്ക് വേണമെങ്കിലും. അപ്പോൾ അതിന് ബദീൻ്റെ ഒരു നമ്പർ നമുക്ക് വീഡിയോയിൽ കൊടുക്കാം. ആരെങ്കിലും വേണമെങ്കിൽ വിളിക്കട്ടെ അല്ലേ? വിളിച്ചാൽ നമുക്ക് എവിടേക്കും അയച്ചു കൊടുക്കാം. അതാണ് പറഞ്ഞത്. ബദീൻ്റെ ഈ അത്ര ഉണ്ടല്ലോ, ഇത് ബദീ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കും അയച്ചു തരും. ബദീൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ സംഭവത്തിൽ ബദീഖ് നല്ലൊരു അടിപൊളി കച്ചവടക്കാരനുണ്ടാവും. കൂടുതൽ എന്നെ ഈ ബദിയിലേക്ക് ആകർഷിച്ചത് ബദീഖിൻ്റെ ഒരു സ്വഭാവമാണ്, ആ സംസാര ശൈലി, ഒരു ധൈര്യം, തൻ്റെ ഇടം, ആൾക്കാരുടെ ഇറങ്ങിച്ചെന്ന് നല്ലൊരു കച്ചവടമൊക്കെ ചെയ്യാൻ തൻ്റെ ഇടം, അത് വളരെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാലം കച്ചവടം ചെയ്യാൻ, ഇപ്പം ഇനി കച്ചവടമല്ല, ഇനി പഠിപ്പ്, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കച്ചവടങ്ങൾ, അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പം ബാപ്പാൻ്റെ ബിസിനസ്സിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരട്ടെ, വലിയൊരു കച്ചവടക്കാരനാവട്ടെ. അപ്പം അതിനെന്താ വലുപ്പത്തിൽ ആഗ്രഹം കുറച്ച് കഴിഞ്ഞാൽ? ഞാനിപ്പം ഈ സ്കൂൾ കഴിഞ്ഞാൽ ഇപ്പം 6ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ.
+2 മൊത്തം കഴിഞ്ഞാല് എനിക്ക് ഉപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇജ്ജ് കുറെ ആവുമ്പോ എനിക്ക് ഞാനൊരു ഷോപ്പ് ഇട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പെർഫ്യൂമിന്റെ തന്നെ പെർഫ്യൂം എനിക്ക് ഇഷ്ടൊരു ഷോപ്പ് എന്നാ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ ഈ കച്ചവടത്തേക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് വെച്ചാല് എനിക്ക് അതിയായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിള് ഇലക്ട്രിക്കിന്റെ ഒരു സൈക്കിള് വാങ്ങണം. അപ്പം അത് ഭയങ്കര ആഗ്രഹമാണ്. അതിനാണ് ഇപ്പൊ ഞാൻ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ അധ്വാനിച്ചിട്ട് ആ ഒരു നിലയിലാവുമ്പോഴേ എനിക്ക് ആ സൈക്കിളിന് നല്ലൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത്. ബദീഹിന് ഇതൊന്നല്ല ആഗ്രഹം. ബദീഹ് അധ്വാനിച്ചിട്ട് അതിന് ക്യാഷ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടൊരു സൈക്കിൾ വാങ്ങണം. അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ അല്ലേ. ഞാൻ വാങ്ങിയ സൈക്കിളാണ്, എന്റെ സൈക്കിളാണ് അല്ലേ. മറ്റേത് ആരെങ്കിലും തന്ന അവരെ സൈക്കിളിലാവുള്ളൂ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നടക്കട്ടെ. പിന്നെ ഞാൻ ചോദിക്കുന്നത് ബദീഹ് കുറച്ച് ഐറ്റംസ് നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും, അതിന്റെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. ബദിയെ കുറച്ച് സാധനങ്ങളുള്ളൂ. അത് ഈ വീഡിയോ കണ്ടപ്പോഴേ ഒരുപാട് ആൾക്കാർ കൊറിയർ വാങ്ങി. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് താങ്ക്സ്, വെരി വെരി താങ്ക്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഐറ്റംസ് ആണ് അല്ലേ? ഐറ്റംസ് ആണ്. ഇതൊന്ന് ചെൽസിയാണ്. ചെൽസി, സോളിഡ്, അസീല്, ലെറില്, കോബ്ര, ബോസ്, അത്ര സാധനങ്ങളൊന്നുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഏതാ, കൂടുതൽ സെയിൽ ചെയ്യണത്? അതിപ്പം സോൾഡ് ആയിരുന്നു. സോൾഡ് എല്ലാവരും വാങ്ങി തീർത്തു. പിന്നുള്ളത് ചെൽസിയാണ്. ചെൽസി അടിപൊളി സാധനമാണ്. ഇത് ഈ ചെറുക്കന്മാരൊക്കെ തേക്കണ രീതിയിലുള്ള സ്മെല്ലാണ്. പിന്നെ ബോസ്, ഇതും അത്യാവശ്യം ക്വാണ്ടിറ്റിയിലെ സ്മെല്ലാണ്. പിന്നുള്ളത് ലെറില്. ഇത് പറഞ്ഞാല് എന്താ പറയാ, ഈ സോപ്പിന്റെ ഒക്കെ ഒരു സ്മെല്ല് കാരണം അത് നിങ്ങൾ തേച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ സ്മെല്ലിന്റെ മനസ്സിലാവും. നല്ല അടിപൊളി സ്മെല്ലാ സോപ്പിന്റെ അല്ലേ, സോപ്പിന്റെ സ്മെല്ല്. അതാണ്, അത് അങ്ങനെ വരുള്ളൂ. ഇത് മോലിയാർ സ്മെല്ല്. മോലിയാരൊക്കെ തേക്കണ സ്മെല്ല്. അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് അല്ലേ. അപ്പൊ സംഭവത്തിൽ ബദി ഇങ്ങനെ കച്ചവടം ചെയ്ത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ ദിവസങ്ങളും പല മോഹങ്ങളുമാണ്. അങ്ങനെയാണോ, വലിയ കച്ചവടക്കാരനാണോ, നല്ലൊരു അല്ലേ പെർഫ്യൂം വെക്കണം, വലിയൊരു കട ഇടണം ഭാവിയിൽ, അതൊക്കെ സംഭവം അല്ലേ. ബദീന്റെ ചെറിയ ആഗ്രഹങ്ങളൊന്നും നമ്മൾക്ക് ചെയ്തിട്ട് കാര്യമല്ല. നമ്മള് വലിയ ആഗ്രഹങ്ങൾ, അതായത് അതിലേക്ക് എനിക്ക് എത്തിപ്പറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലേ നമ്മള് എത്തിപ്പെടുള്ളൂ. നമുക്കൊരു നീയത്വമാണ് മനസ്സിൽ അല്ലേ. ഞാൻ അതിലേക്ക് എത്തിപ്പെടണം അല്ലേ, വലിയ കച്ചവടക്കാരനാവണം അല്ലേ. നമ്മൾ ആളാവാൻ വേണ്ടിട്ടല്ല, നമ്മളെ ആഗ്രഹങ്ങളാണ്. എനിക്ക് അധിക കാര്യങ്ങൾ എന്റെ വാപ്പയാണ് പറഞ്ഞിരുന്നത്. അപ്പം എന്റെ വാപ്പയാണ് എന്റെ കച്ചവടത്തിലേക്കുള്ള ഫുൾ കോൺഫിഡൻസും എനിക്ക് തരുന്നത്. അപ്പം ഈ കോൺഫിഡൻസ് ഞാൻ കളയാറില്ല. അതായത് അയാൾക്ക് ഞാൻ കൊടുത്ത ആ കോൺഫിഡൻസ് പിന്നെ ഞാൻ തന്നെ എടുക്കും, തിരിച്ചെടുക്കും. ഞാൻ കാവനൂര് പോലുണ്ട്, എടവണ്ണ പോലുണ്ട്, മഞ്ചേരി പോലുണ്ട്, അരീക്കോട് പോലുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. പിന്നെ ഇരുവേറ്റി, തിരുവാലി, വണ്ടൂർ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടേക്കൊക്കെ എങ്ങനെ പോവാ? ഉപ്പാനൊപ്പം പോവാ? ഉപ്പാനൊപ്പം കൂടെ പോകൂലേ. ബദി ഒരു ഏരിയക്കും ഉപ്പൊരു ഏരിയക്കും അങ്ങനെ പോവാ? അല്ല, ഇപ്പം ഒരു റോഡ്, അതിന്റെ അപ്പുറത്ത് എന്റെ ഉപ്പേക്കാരം, ഇപ്പുറത്ത് ഞാൻ വെക്കാരം. നല്ല ഐഡിയ ആണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഈ റോഡിന്റെ ഇവിടേക്കാരം, ഞാൻ ഇവിടേക്കാരം. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു കച്ചവടം ഞങ്ങൾ. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചെറിയ പേജ് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് വിത്ത് ബദി എന്നുള്ള ഒരു പേജ് ഉണ്ട്. അപ്പം അത് എല്ലാവരും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബദീഹിൻ്റെ ഒരു കാര്യങ്ങൾ അറിയില്ല, ഞാനും ബദീഹും കുറച്ചേരം സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് എന്തൊക്കെ ബദീഹ് പറഞ്ഞെന്നില്ല. അത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ബദീഹിന് ഭാവിയിൽ വലിയൊരു കച്ചവടക്കാരനാണ് ആവണം. അത് അങ്ങനെ തന്നെ ആവട്ടെ. ബദി ഇനി പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലേക്കല്ലേ അല്ലേ? തിങ്കളാഴ്ച സ്കൂൾ വർക്കല്ലേ. ഇനിയിപ്പോൾ ബദീൻ്റെ കച്ചവടം ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കരുതി എല്ലാവരും ഇങ്ങനെ വിളിച്ചാൽ ബദി സാധനം നിങ്ങൾക്ക് കൊറിയർ അയച്ചു കൊടുക്കും, ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്പർ നമ്മൾ കൊടുക്കും. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളൊക്കെ ബദീ സ്കൂളില്ലാത്ത ദിവസങ്ങൾ മാത്രമേ ഈ കച്ചവടത്തിൽ ഉണ്ടാവുള്ളൂ. ഇനി ബദീഹിൻ്റെ കാഴ്ചപ്പാട് പഠിക്കണം. അതിൻ്റെ ഇടയിൽ ഒഴിവ് കിട്ടുമ്പോൾ കളിക്കാൻ പോകാൻ ഒരു താല്പര്യം ബദീനില്ല കേട്ടോ. ഞാൻ ഇതുപോലത്തെ കുട്ടികളൊക്കെ
കുറഞ്ഞ കുട്ടികൾ ഇതുപോലത്തെ കുട്ടികൾ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ബദീ പറഞ്ഞതെന്ന് വെച്ചാൽ കളിക്കാൻ പോകാൻ വലിയ താല്പര്യമില്ല, ബദീന് ബിസിനസ് പഠിക്കണം, അതാണ് ബദീന് വേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ, ബദീൻ്റെ ഭാവി ജീവിതം അങ്ങനെ തന്നെ ആവട്ടെ, ബദീ വലിയൊരു കച്ചവടക്കാരനാവട്ടെ. അതിനൊപ്പം നല്ല മിടുക്കനായിട്ട് പഠിച്ച് അല്ലേ SSLC ഒക്കെ എത്തുമ്പം അല്ലേ ഫുൾ A+ ഒക്കെ വാങ്ങി +2 +1 +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോപ്പ് നമുക്ക് അടിപൊളിയായിട്ട് ഇടണം. അത് ബദീൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥന അതിന് വേണം. അത് ഉപ്പ ഇട്ടിരുന്നാണ് എന്നോട് പറഞ്ഞത്. ഉപ്പ് എന്തായാലും ഇട്ട് വരും, അത് പ്രശ്നമല്ല. നിങ്ങൾ പിന്നെ പ്രാർത്ഥന എപ്പോഴും ബദീന് വേണം. ഇതുപോലത്തെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഇവരെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഇവരെ പിന്നെ വീഡിയോസ്, ഇതുപോലത്തെ നല്ല നല്ല കൊച്ചുമക്കളെ വീഡിയോസ് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. ബദി എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. അപ്പോൾ ബദിയെ നമ്മൾ അവസാനിപ്പിക്കല്ലേ, മതിയല്ലോ. കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ബദിയെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലൊരു അടിപൊളി ഒരു അത്തർ വേണം. ഞാൻ കൂടുതലൊന്നും വാങ്ങുന്നില്ല. ബദീൻ്റെ അടുത്ത് സാധനങ്ങൾ കുറവാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കൊക്കെ സാധനം കൊടുക്കേണ്ടതുണ്ട്. ഇതേതാണ്? ചെൽസിയാണ്. ആയിക്കോട്ടെ അല്ലേ, നല്ല സ്മെല്ലല്ലേ, അടിപൊളിയാട്ടോ. ബദി അത്ര ഉപയോഗിക്കല്ലോ, സോൾഡ് ഉപയോഗിക്കല്. ആയിക്കോട്ടെ, ഒരു ചെൽസി ആയിക്കോട്ടെ നമുക്ക്. ഷാ ബദീൻ്റെ അടുത്ത് നമ്മൾ ഒരത്ര വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊക്കെ ബദി ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വരും, ബദി ഒരു ബാഗൊക്കെ തോളിലിട്ടിട്ടൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ബദിയെ ഒരു അത്ര കൊണ്ട് ബദിയ പേര് മറക്കണ്ട ആരും. ബദീനോട് എല്ലാവരും അത്ര വാങ്ങാം. ബദീൻ്റെ ഉപ്പയുണ്ടാവും, ബദീൻ്റെ ഉപ്പാനോട് എല്ലാവരും അത്രമായിട്ട് ഇവർ ഈ ഒരു സംരംഭം ഇവർക്കൊരു ജീവിത മാർഗം കൂടിയാണിത്. അതും കൂടി നമ്മൾ പറയണല്ലോ അല്ലേ. ഇവർക്കൊരു ജീവിത മാർഗം കൂടി അത്ര വിൽപ്പന. അതെല്ലാവരും വിജയിപ്പിച്ച് കൊടുക്കട്ടോ. ഇതോടുകൂടി ഇന്നത്തെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത നല്ലൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബദിയ ടാറ്റ എടുക്കണം. ടാറ്റ.